വലിയ നാടൻ പുളി നമ്മളെ ഉസ്താദിൻ്റെ അടുത്ത് ഇതാ 80 റുപ്യ. എന്താണ് നാടൻ പുളി അല്ല ചേരാ? നല്ല നാടൻ പുളി ഇതാ കൽപ്പഞ്ചേരി ചന്തയിക്കിട്ട് പോന്നോളിട്ടാ. കൽപ്പഞ്ചേരി ചന്തയിക്കിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല നാടൻ പുളികളാണ്. എല്ലാ ചൊവ്വാഴ്ചയുമാണ് കൽപ്പഞ്ചേരി ചന്ത. ഞാൻ ഇടക്കിടക്ക് പരിചയപ്പെടുത്തുന്നതാണ് നല്ല നാടൻ പുളി. ഓക്കെ, ആ നാടൻ പുളി ഇട്ടിട്ട് ഇതാ ഈ മീനുകൾ ഇങ്ങനെ കറി വെച്ചാൽ പൊരിച്ചാൽ അതിനൊക്കെ പറ്റി എല്ലാവിധ നാടൻ പിന്നെ നല്ല നല്ല അടിച്ച പൊളി മീനുകളാണ്. ഫിഷാണ് ഈ കിടക്കുന്നതൊക്കെ ഇട്ടാ നല്ല നല്ല മീനുകൾ ഇവിടെ വേറെ കയറി. എൻ്റെ ചെങ്ങായിയാണ് ഈ കിടക്കുന്നത്. കണ്ടിനങ്ങൾ എൻ്റെ മാണിക്കല്ല് പടച്ചോൻ എന്താ വിവരങ്ങൾക്ക്? അൽഹംദുലില്ലാ നല്ല പച്ച പച്ച 2.5 മണിക്കൂറോട് കൊണ്ടുവരിക, ചന്തയിൽ വിൽക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു ഇത്. എപ്പോഴും നമ്മളെ താഴത്തുണ്ടാവും. നമ്മൾ അത്യാവശ്യം വില പറയുമ്പോൾ ആൻസാറിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മളെ കാക്കുണ്ടാവും കേട്ടാ. ഇൻസാള്ള നല്ല 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 പിന്നെ നേന്ത്രപ്പഴം എടുക്കണേ കേട്ടാ കൽപ്പകഞ്ചേരി ചന്തയിൽ അല്ലേ മണിക്കല്ല? എന്താണ് നമ്മളിന്ന് പഴം വില? 3 കിലോ 100. അപ്പോൾ കടിയിലേക്കായി നല്ല മെച്ചകൾ നമ്മുടെ നല്ല നല്ല സൂപ്പർ പഴങ്ങൾ നേന്ത്രപ്പഴങ്ങൾ ഇതൊക്കെ എടുക്കണം കേട്ടാ. ഇഷ്ടം പോലെ നമ്മുടെ ചന്തയിലുണ്ട്. ഓക്കെ, ഇതെക്കണം വേറൊന്ന് നല്ല സൂപ്പർ റംബൂട്ടാൻ ഇതാ വേറൊന്ന് നല്ല നാടൻ പച്ചമുളക്. എവിടെ കടിച്ചാലും എവിടെ അങ്ങോട്ട് കടിച്ചാലും എരുവാണ്. മത്തിന്റെ കറിയിൽ കളപ്പാ ഇതിപ്പോ ഭയങ്കര എരുവല്ലേ ഇത്? ഇതാണ്ട് കടിച്ചു കഴിഞ്ഞാല് ഒരു 2 കിലോ മത്തിക്ക് 4 മുളക്. അതാണ് ഇതിന്റെ കഥ. എന്താ വില? ഇതൊക്കെ 60 റുപ്യക്കാണ് നമ്മള് മുളക് വിൽക്കുന്നത്. കൽപ്പകഞ്ചേരി ചന്ത ചൊവ്വാഴ്ചകൾ. ഓക്കെ, ആ ഇരുമ്പിന്റെ പോത്തിന്റെ എത്തിക്കാണ് പോണെങ്കിൽ വലിയ പെരുന്നാൾ വരണ ഇറച്ചി ബീഫ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഉണക്കൽ സ്രാവ് ഇതാ കണ്ടില്ലേ കിടക്കണേ കൽപ്പകഞ്ചേരി ചന്തയിൽ കേട്ടോ. ചെള്ളിയുണ്ട്, കൂന്തളുണ്ട്, പിന്നെ അൽവ മുറിച്ച് വെച്ച മാതിരിയുള്ള സ്രാവുകൾ എല്ലാം കൽപ്പകഞ്ചേരി ചന്ത. എൻ്റെ മാണിക്കക്കല്ല് ഇവിടെ വേറെ ഇതൊക്കെ ഇതിവിടെ ചൊവ്വാഴ്ചകളിലുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ അയൽവാസിന്റെ നാടൻ പോത്തിട്ടതാ സംഭവം കേട്ടോ. അതങ്ങനെ തൂങ്ങും. ആരാധകരാണ് ഈ കാണുന്നതൊക്കെ. പോത്ത് വാങ്ങാനുള്ള ആദ്യമാർ ഇതൊക്കെ കണ്ടില്ല ആരാധകർ. ഇതാ പോത്തിന്റെ കാലുകൾ എങ്ങനെ ആരാ സൂപ്പർ പോത്തിട്ട കൽപ്പകഞ്ചേരി ചന്തയില്. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും ഖിയാമത്ത് നാൾ വരെ വില കൂടില്ല. അതങ്ങനെ ഇപ്പൊ 300 റുപ്യക്ക്. കാരണം അല്ല ബക്രീദ് പ്രമാണിച്ചത് കൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം ഒരു 300 ആക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത്. 280 ബീഫ്. പിന്നെ നമുക്കൊന്ന് നോക്കാന്നുള്ളതാണ്. നിങ്ങൾക്ക് ബൈക്കോല് പുല്ലൊക്കെ ബോട്ടി എന്താ ബോട്ട് 150. അപ്പൊ നമ്മള് മാണിക്കല്ലുകളാണ് നിൽക്കുന്നതൊക്കെ. ഓക്കെ, ഒക്കെ മാണിക്കല്ലുകള് അല്ലടാ. കൂടി എത്ര കൂടി? 250 എല്ലാം കൊടുത്തോട്ട. പെരുന്നാള് പ്രമാണിച്ച് എന്റെ സ്നേഹിത മട്ടൻ എത്രയാക്കി? മട്ടന് 700 കേട്ടോ. മട്ടന് 700 ഇതൊക്കെ എടുത്ത് നല്ല നല്ല പിന്നെ നല്ല കുട്ടനാണ് മട്ടന്. നല്ല മട്ടന് ചന്തയിലുള്ള നമ്മളെ കുട്ടികളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറുച്ചിനണ്ടിന്റെ കുട്ടികള് കൂടിയാ ചെറുങ്ങനൊന്ന് കൂടി. എത്ര കൂടി? 10 റുപ്യല്ലേ കൂടിയിട്ടുള്ളൂ. 230. അത് സാധാരണ ചിക്കന് കണ്ടില്ല. ഇതൊക്കെ അതിന്റെ വില ട്ടാ. എന്താ എത്ര? 200 കോട്ടി. അല്ല സൂപ്പർ പോത്തിന്റെ പോട്ടി അല്ലടാ. പോത്തില്ല, നല്ല സൂപ്പർ പോട്ടി എടുക്കണേ. നല്ല കേള. അപ്പൊ നമ്മുടെ കൽപ്പകഞ്ചേരി ചന്തയുടെ ഒരവസ്ഥയാണ് നമ്മൾ. അദ്വാ എന്താണ് വിവരം? വന്നതിനോട് അനീപ പറഞ്ഞു. റാത്തല്ലേ? ഒരു മിനിറ്റ്.
ചക്കരക്കിഴങ്ങ് 100 ട്ടാ. 4 കിലോ 4 കിലോ 4 കിലോ എന്താണ് ചക്കരക്കിഴങ്ങ്? ചക്കരക്കിഴങ്ങ് 100 4 കിലോ 4 കിലോ ചക്കരക്കിഴങ്ങ് 4 കിലോ ചക്കരക്കിഴങ്ങ് 4 കിലോ മാങ്ങ 100 4 കിലോ നമ്മളെ മാങ്ങ 2.5 കിലോ കയ്പ നാടൻ കയ്പങ്ങ 2.5 കിലോ നാടൻ കയ്പങ്ങ 2.5 കിലോ കേട്ടോ. ചൊവ്വാഴ്ച പോരിട്ടാ ഓക്കെ. നല്ല കിഴങ്ങ് എല്ലാ കിഴങ്ങൻ തലാന്ന് 4 കിലോ 100 4 കിലോ എങ്ങനെ രക്തശുദ്ധിയാക്കണ സാധനം തല 1.5 കിലോ 100 രക്തശുദ്ധിയാക്കണ സാധനം നെല്ലിക്ക കണ്ടില്ലേ. പിന്നെ അടുക്കളയിലേക്ക് ആവശ്യമായ നല്ല നല്ല ചട്ടികൾ കണ്ടില്ലേ, ബ്ലാക്ക് കളറ്. പിന്നെ അതുപോലെ തന്നെ മൺചട്ടികൾ നല്ല ഉഷാറായിട്ട് കൽപ്പകഞ്ചേരി ചന്തയിൽ എല്ലാ ചൊവ്വാഴ്ചയും. തൊട്ടപ്പുറത്തായിട്ട് മീൻ മുറിക്കാൻ, അതുപോലെ തന്നെ ബീഫ് കട്ട് ചെയ്യാൻ നല്ല നല്ല ആയുധങ്ങൾ, കത്തികൾ എല്ലാം ചൊവ്വാഴ്ചകൾ, എല്ലാ ചൊവ്വാഴ്ചകളും കൽപ്പകഞ്ചേരി ചന്തയിൽ. എത്രടാ കോയിമുട്ടെന്ന്? കോയിമുട്ട എത്രടാ? 20 എത്ര? 20 കോയിമുട്ട 100 രൂപ അല്ലടാ. 20 കോയിമുട്ട 100 രൂപ കൽപ്പകഞ്ചേരി ചന്തയിൽ ചൊവ്വാഴ്ച. നമ്മളെ സ്ത്രീകളൊക്കെ അത് വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ. 20 കോയിമുട്ട 100 രൂപ കൽപ്പകഞ്ചേരി ചന്ത. ചേച്ചി ഞങ്ങൾ വാങ്ങിയാ വാങ്ങണോ? നല്ല നല്ല സാധനങ്ങൾ, നല്ല ഫ്ലവറുകൾ ഇതാ നമ്മളെ ചന്തയിലെ എല്ലാ താക്കുകളിലാണ്. നമ്മളെ സ്നേഹിതന്നെ ഇതൊക്കെ വേറൊരു മുത്ത്, വേറൊരു മുത്ത് ഇവിടെ ഒക്കെ ഉണ്ട്. പൊട്ടോട്ടോ എന്ത് പൊട്ടോട്ടോ സ്പ്രിങ് ഇത് ഓരോരോ പിന്നെ ഇതിൽ കൊടുക്കണല്ലേ? അത് ഓരോ പീസാണ്. എന്താ പിന്നെ പൈസ വരുന്നത്? പൈസ 50 രൂപക്ക് പൊട്ടോട്ടോ. അത് കൽപ്പകഞ്ചേരി ചന്തയിലല്ല, തൊട്ടപ്പുറത്ത് നമ്മുടെ ചായപ്പൊടി ഉണ്ട്. ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ ഊട്ടി ചായപ്പൊടി, എല്ലാ ചായപ്പൊടികളും നല്ല കളറുള്ള നല്ല സൂപ്പർ സാധനം, നാച്ചുറൽ ചായപ്പൊടി നമുക്ക് അവിടെ ലഭ്യമാണ് കൽപ്പകഞ്ചേരി ചന്ത. ഇതാണ് പൊട്ടോട്ടോ സ്പ്രിങ്. കണ്ടാളി പൊട്ടോട്ടോ സ്പ്രിങ്. ചൊവ്വാഴ്ച ദിവസം ഇവിടെ വന്നാൽ ലഭ്യമാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്നാൽ ലഭ്യമാണ്. ചൊവ്വാഴ്ച അല്ലാത്ത ദിവസം എവിടെയാണ്? ചൊവ്വാഴ്ച അല്ലാത്ത ദിവസം നമ്മൾ എവിടെയില്ല, ശരി കിടന്നു. അപ്പോൾ ചൊവ്വാഴ്ചകളിൽ നമ്മുടെ പൊട്ടോട്ടോ സ്പ്രിങ് നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ. ഓക്കെ. നമ്മൾ കുട്ടികളൊക്കെ അത് വാങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അല്ല ഇത് 10 100 10 100 ഇട്ടാ. എന്താണ് എന്താ ചെടിച്ചട്ടിയല്ലേ? ചട്ടി 10 100 കൽപ്പകഞ്ചേരി ചന്തയിലിട്ട് പോന്നു കഴിഞ്ഞാൽ ഇതാ ഇഷ്ടം പോലെ അങ്ങനെ കിട്ടും. ഇത് ക്യാമറയിൽ കൊള്ളണില്ല. 5 6 ഉള്ളത് വേറെയുണ്ട്, ക്യാമറയിൽ കൊള്ളണമില്ല. ഇത് എന്താണ് കുപ്രസിദ്ധ പൊറോട്ട വീരൻ, ആൻറ്റി ബിരിയാണി വീരനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വാങ്ങിയടാ? എന്താ വീരോ സുഖല്ല? അവ എനിക്ക് പേര് മനസ്സിലായ? പേര് പുഴവാള. നാടൻ കോഴികള്, മുട്ടക്കോഴികള്, വലിയ കോഴികള്, ഫയോമി കോഴികള്, ഗിരിക്കോഴിണ്ട്, ബേബി ക്രോസ് കോഴികള്, മുട്ടക്കോഴികള്, നാടൻ കോഴികള്, മുട്ടക്കോഴികള്, വലിയ കോഴികള്, ബേബി ക്രോസ് കോഴികള്, പതുപ്പുകൾ തരണകൾ പൈനാപ്പിൾ